ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പേഴ്സിൻ്റെ കറണ്ട് ഫില്ലിങ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ടോ എന്തോ ഒരു ഡിസിഷൻ എടുത്തായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും തേർഡ് പാർട്ടിയുടെ കൂടെ എടുത്ത ആ ഒരു തീരുമാനം എന്തായാലും അത് കഴിഞ്ഞ ജന്മത്തിൽ ഇവർ അനുഭവിച്ച ആ ഒരു കർമ്മത്തിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഡിസിഷൻ ഇവർ എടുത്തേക്കുന്നത് കംപ്ലീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് എടുത്തേക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടിക്ക് ഫേവറായിട്ടായിരിക്കാം ഡിസിഷൻ എടുത്തത്, ഇല്ല എങ്കിൽ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് തേർഡ് പാർട്ടിയെ എൻഡ് ആക്കുന്ന രീതിയിൽ ഒരു ഡിസിഷനായിരിക്കാം ഇവർ എടുത്തത്. എന്തായാലും തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും എൻഡിങ് ആയിട്ടുണ്ടായാലും അതും ഒരു കംപ്ലീഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിലും അൺമാരീഡ് കപ്പിൾസ് ആണെങ്കിലും എന്താണ് എനർജി എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടുമാണ് ഉള്ളത്. ഇമോഷൻസ് ഒത്തിരി ഇവർക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏതോ ഒരു വ്യക്തിയുടെ വലയിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും കാർമിക് എനർജിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ പുറത്തു വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതോ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് ഇവർ പുറത്തു വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി എൻഡിങ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഏതെങ്കിലും ടോക്സിക് വുമണോ മെന്നോ ആയിരിക്കാം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി എപ്പോഴും ഇവരോട് ഭയങ്കരമായിട്ട് കൺട്രോളിൽ ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ പറയുന്നത് മാത്രം കേൾക്കണം, തേർഡ് പാർട്ടി പറയുന്നത് മാത്രം നിങ്ങളുടെ പേഴ്സൺ കേൾക്കണം എന്നുള്ള രീതിയിൽ. ഇവിടെ കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എപ്പോഴാണ് എൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആകുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു എൻഡിങ് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് ഒട്ടും തന്നെ ഹാപ്പിയായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹമില്ല നിങ്ങളുടെ പേഴ്സൺ. എപ്പോഴും നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരായിരിക്കും ഇത്രയും മോശമായിട്ടുള്ള വ്യക്തി. നിങ്ങളുടെ പേഴ്സണെ ഒട്ടും തന്നെ ജീവിക്കാൻ അനുഭവിക്കാതെ എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഒരു വ്യക്തി ഇങ്ങനെയുള്ള വ്യക്തിയാണ്. ഈ വ്യക്തി കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ എല്ലാ ഹോപ്പും പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാകില്ല. ആ പ്രതീക്ഷ നശിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും, എൻ്റെ സന്തോഷമാണ് അവരുടെയും സന്തോഷം എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അമ്മ പറയുന്നത് ഇല്ല, നമ്മളെ എതിർത്ത് നീ പോയാൽ നീ പിന്നെ വീട്ടിൽ നിന്ന് പുറത്താണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഷോക്കാകും. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു, എന്നിട്ട് എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അവർ എനിക്ക് എതിരായിട്ടാണല്ലോ നിൽക്കുന്നതെന്ന് ആലോചിച്ച് ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്ന വ്യക്തി തന്നെ ഇവരെ ആ ഒരു പ്രതീക്ഷയെല്ലാം നശിക്കുന്ന രീതിയിൽ പറഞ്ഞു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരാളിൽ ഒരു വ്യക്തി ഒത്തിരി പ്രതീക്ഷ വച്ചു, ഈ വ്യക്തി എനിക്ക് ഫേവറായിട്ട് നിൽക്കുമെന്ന്. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ആ വ്യക്തി നമുക്ക് എതിരാകുമ്പോൾ ഉള്ള അവസ്ഥയില്ല, അതേ അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് പകരം ഒരു വ്യക്തി പ്രോബ്ലം കൂട്ടിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇവരുടെ ഹൃദയം തകർന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭയങ്കരമായിട്ട് കരച്ചിലും ഒരു വിഷമവും ഒക്കെ ഉള്ള അവസ്ഥയിൽ കൂടെയാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു പ്രതീക്ഷ വച്ച വ്യക്തി തന്നെ ഇവരെ ചതിച്ചപ്പോൾ ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഞാൻ ആരിലും എക്സ്പെക്റ്റേഷൻ വയ്ക്കത്തില്ല എന്നുള്ള തീരുമാനമാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ആരാണെങ്കിലും ആ വ്യക്തി ഭയങ്കരമായിട്ട് മറ്റൊരു വ്യക്തിയെ വേദനിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്ത് വേണോ ചെയ്യും, അതേപോലെയാണ് ഈ വ്യക്തി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി സ്വന്തം സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ പേഴ്സണെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സാക്രിഫൈസിങ് ആ ഒരു എനർജി അല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം ചെയ്തു, പക്ഷെ ഇവർക്ക് സമയമായപ്പോൾ ചെയ്യാൻ ആരും തന്നെ ഇല്ല എന്നുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ഈ ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. നോ കോൺടാക്ട് സിറ്റുവേഷൻ്റെ ഇവിടെ 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു സംസാരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളെ ത്യാഗം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവർക്ക് അതിൻ്റെ ആ ഒരു പശ്ചാത്താപം ഉറപ്പായിട്ടും ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മറ്റൊരാൾ പറഞ്ഞു ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ചൂസ് ചെയ്ത് അവർ പറഞ്ഞിട്ട് അവരെ ചൂസ് ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം ഉണ്ട് നിങ്ങളുടെ പേഴ്സണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു പശ്ചാത്താപം ഉള്ളത് കൊണ്ട് തന്നെ എത്ര തന്നെ ആൾക്കാർ ഇനി നിങ്ങളുടെയും ഇവരുടെയും ബന്ധത്തിൽ സ്റ്റക്ക് സിറ്റുവേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ജീവിതം ജീവിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇവർ ഒരു സന്തോഷം കൊണ്ടുവരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ്. ആർക്കും നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണെയും ഒരുമിപ്പിക്കാനല്ലാതെ വേർപിരിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് വേണ്ടിയാണ് വന്നത് എന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്യുക. ഈ ഒരു എനർജിയെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുക യൂണിവേഴ്സിനോട് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിലും അൺമാരീഡ് കപ്പിൾസ് ആണെങ്കിലും 3 തൊട്ട് 5 ദിവസത്തിനുള്ളിൽ യൂണിയൻ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഇനി കോൺടാക്ട് സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വരാൻ പോകുന്ന 4 തൊട്ട് 24 മണിക്കൂറിനുള്ളിൽ ഇവർ ചിന്തിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈമെല്ലാം ഇവർ റീകോൾ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ എൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ പെർമനൻ്റ്ലി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 4 തൊട്ട് 24 മണിക്കൂറിനുള്ളിൽ ഏതെങ്കിലും ഇമോഷണൽ ലോസ് സിറ്റുവേഷനിൽ കൂടെ ഇവർ കടന്നു പോകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു സമയം ആരോടെങ്കിലും വഴക്കിട്ടിട്ട് ദുഃഖത്തിലിരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ. കുറച്ചൊന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ നിങ്ങളോട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഒരു കാരണമില്ലാതെ ഇവർ ഒരിക്കലും ഇങ്ങനെ പെരുമാറത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. ചില ആൾക്കാരുടെ പാർട്ട്നേഴ്സ് സ്വയം ഷെയർ ചെയ്യും, എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണ് എന്നുള്ള രീതി നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കെല്ലാം നല്ലതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവർ സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാതെ അവരോട് വഴക്കിടാനോ ഒന്നും പോകണ്ട. അപ്പോൾ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുന്നതാണ്. അതായത് നിങ്ങൾ എത്രത്തോളം ഹോപ്പ്ഫുള്ളായിട്ടാണോ ഇരുന്നത്, നിങ്ങൾ എത്രയൊക്കെയാണോ പ്രതീക്ഷിച്ചിരുന്നത്, ആ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു അതായത് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ ഒരിക്കലും തകരാതെ നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യം ലഭിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്ന വരാൻ പോകുന്ന സമയം. നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.